Hi friends, welcome back. Redmi 10A എന്ന Xiaomi ഫോണിന്റെ അൺബോക്സിംഗും ഗിവ് അവേയുമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫോണിന്റെ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇത് Redmi 10A. ആ ഒരു സീരീസ് ഫോൺ എന്ന് പറയുന്നത് എൻട്രി ലെവൽ ഫോണുകളാണ്. 10,000 രൂപ താഴെ ഒരു സാധാരണക്കാരന് ഒരു സാധാരണ യൂസിന് പറ്റിയ നല്ല ഫോണുകളാണ് Redmi ഈ സീരീസിൽ ഇറക്കുന്നത്. സോ ഈ ഒരു ഫോൺ നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു നോർമൽ യൂസിന് വേണ്ടിയിട്ട് 10,000 രൂപ താഴെ ഒരു ഫോൺ നോക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നന്നാവാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്, എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയാം. പ്ലസ് ഇത് ഫ്രീ ആയിട്ട് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയ്ക്കിടയിൽ തന്നെ ഞാൻ പറയാം. ആദ്യം ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം, എന്നിട്ടാവാം ബാക്കി എല്ലാ കാര്യവും. സോ ഇതാണ് Redmi 10A എന്ന ഫോണിൻ്റെ ബോക്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫോൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് Redmi 10A എന്ന ഫോൺ നമുക്ക് ക്ലോസ് ആയിട്ട് നോക്കാം. അതിന് മുമ്പ് ഫോണിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണെന്നുള്ളത് കൂടി ഒന്ന് പരിശോധിക്കാം. ഈ ബോക്സിനകത്ത് ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. ആദ്യം തന്നെ അതിനകത്ത് കുറച്ച് ഡോക്യുമെന്റ്സും അതേപോലെ സിം ജെറ്റ് ടൂളും ഒക്കെയാണ് ഉൾപ്പെടുന്നത്. 10 വാട്ടിൻ്റെ ഒരു നോർമൽ ചാർജറാണ് ഇതിനകത്ത് വരുന്നത്. യൂഷ്വലായിട്ട് എൻട്രി ലെവൽ ഫോണിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ കാണാറുള്ളത്. ഒരു മൈക്രോ USB കേബിളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ ഇത്രയുമാണ് ബോക്സിലെ കണ്ടന്റ്. അത്രയും കാര്യങ്ങൾ ബോക്സിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഇനി ഫോണിലേക്ക് വരാം. ഇതാണ് Redmi 10A എന്ന ഫോൺ. നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് തന്നെ കാണാം. താഴത്തെ സൈഡിൽ സ്പീക്കർ ഗ്രില്ല്, മൈക്രോ USB പോർട്ട്, അതായത് ചാർജിംഗ് പോർട്ട്, മെയിൻ മൈക്രോഫോൺ. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടണുകൾ. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉണ്ട്. 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. മുകളിലത്തെ സൈഡിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക്. റിയർ സൈഡിൽ ഒരു മെയിൻ ക്യാമറ 13 MP, ഒരു ഫ്ലാഷ്, റെഡ്മി ബ്രാൻഡിങ്, ഫിംഗർ പ്രിന്റ് സെൻസർ. ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറ, 6.53 ഇഞ്ച് വരുന്ന HD+ ഡിസ്പ്ലേ. ഇതാണ് ഈ ഫോണിൻ്റെ ഒരു ഓവർവ്യൂ. മനസ്സിലായല്ലോ ഒരു ഫോണിൻ്റെ ലുക്കും കാര്യങ്ങളും ഒക്കെ. ഓവറോൾ ഈ ഫോൺ കാണാൻ വലിയ കുഴപ്പമില്ല, നല്ലൊരു എൻട്രി ലെവൽ റെഡ്മി ഫോണാണ്. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MediaTekന്റെ G25 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. എൻട്രി ലെവൽ ഫോണുകളെ സംബന്ധിച്ച് നല്ല പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ പെർഫോമൻസ്. ഭയങ്കര സ്മൂത്തായ ഒരു ഫോണെന്നല്ല പറയാം, എൻട്രി ലെവൽ ഫോൺ എന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്. വലിയ ലാഗ് എന്ന് പറയാനില്ല. ഈ ഒരു പ്രൈസിലെ ഫോൺ എന്ന രീതിയിൽ ഈ വിലയ്ക്ക് ഈ ഒരു പെർഫോമൻസ് കിട്ടുക എന്ന് പറയുന്നത് യൂഷ്വലായിട്ടുള്ളതാണ്. നല്ല പെർഫോമൻസ് ഉണ്ട്, മോശമൊന്നും പറയാനില്ല. ആൻഡ്രോയിഡ് 11 വരുന്നത് MIUI 12.5.3, അതായത് ഏറ്റവും പുതിയ MIUI വേർഷനും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇതൊരു എൻട്രി ലെവൽ ഫോണാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. 3GB റാം, 32GB സ്റ്റോറേജ്, അതേപോലെ തന്നെ 4GB റാം, 64GB സ്റ്റോറേജ്. അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറേജ് വേരിയൻറ്റുകൾ വരുന്നത്. 512GB വരെ നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഇട്ടുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉണ്ടെന്ന്. അത് ഉപയോഗിച്ചുകൊണ്ട് 512GB വരെ വേണമെങ്കിൽ സ്റ്റോറേജ് കൂട്ടാം. നിങ്ങൾക്ക് സ്റ്റോറേജ് കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർക്ക്. ഗെയിമുകളുടെ കാര്യത്തിലേക്ക് നോക്കിയാൽ വലിയ ഗെയിം കളിക്കാനുള്ള ഫോണൊന്നുമല്ല, എൻട്രി ലെവൽ ഫോണാണ്. എന്നാലും ഇതുപോലുള്ള സബ്വേ സർഫർ പോലുള്ള ചെറുകിട ഗെയിമുകളൊക്കെ നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ നിങ്ങളിത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിമും ഇതുപോലുള്ള ചെറുകിട ഗെയിമുകളും കളിക്കാമെന്ന് സാരം. ഇതിൻ്റെ ക്യാമറ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്യാമറ, മെയിൻ ക്യാമറ 13 MP ആണ്. അതിലിതായി കാണുന്ന പോലുള്ള ഇമേജുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇത് നല്ലൊരു ലൈറ്റിംഗ് കണ്ടീഷനിൽ ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത്. കുറച്ച് വീഡിയോ സാമ്പിളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത്തരത്തിലുള്ള വീഡിയോസ് എടുക്കാൻ ഇതിൻ്റെ ക്യാമറ കൊണ്ട് നമുക്ക് സാധിക്കും. സെൽഫി ക്യാമറയുടെ ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സെൽഫി ക്യാമറ ഇമേജുകളും നമുക്ക് ഈ ഒരു ഫോണിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു സെൽഫി വീഡിയോയും നിങ്ങൾക്ക് കാണാം. ഞാൻ കാറിനകത്തിരുന്നുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു സെൽഫി വീഡിയോ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി, കാറിനകത്തിരുന്ന് എടുക്കുമ്പോഴും നല്ല തിരക്കേടില്ലാത്തൊരു ക്വാളിറ്റിയുണ്ട്. സോ ക്യാമറ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ക്യാമറയാണ്. പിന്നെ ലോ ലൈറ്റ്, ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഒക്കെ ഉള്ള നമ്മുടെ വീടിനകത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഇതുപോലുള്ളൊരു ക്വാളിറ്റി ഇതിൻ്റെ മെയിൻ ക്യാമറയും സെൽഫി ക്യാമറയൊക്കെ തരും. സോ ക്യാമറ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിലയ്ക്ക് ഈ ഫോണിലെ ക്യാമറ വലിയ കുഴപ്പമില്ലാത്ത നല്ല ക്യാമറയാണെന്ന് പറയാം എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇനി ഗിവ് അവേ കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഒന്നും ചെയ്യാനില്ല. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഗ്ലീം. ആ ഒരു ലിങ്ക് ഉണ്ട്. ഗിവ് അവേ കിട്ടാനുള്ള ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് പോവുക. അതിൽ പറയുന്ന കുറച്ച് ടാസ്കുകളുണ്ട്, കുറച്ച് ഷെയറിങ്ങും കുറച്ച് ലൈക്കും ഒക്കെ. അതങ്ങോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ഇതിൻ്റെ വിന്നർ ആരാണ് വിജയ്, ആർക്കാണ് അത് കിട്ടുക എന്നുള്ള കാര്യം നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ നിശ്ചയിക്കുക. ഞായറാഴ്ച, ഈ വരുന്ന ഞായറാഴ്ച ആയിരിക്കും നമ്മളത് പ്രഖ്യാപിക്കുക. അപ്പോൾ ആ വ്യക്തി എനിക്ക് അവരുടെ അഡ്രസ്സ് അയച്ചു തന്നാൽ മതി. ഈ സെയിം പ്രോഡക്റ്റ് ഞാൻ അങ്ങനെ തന്നെ അവർക്ക് അയച്ചു തരും. ഈ ഒരു ഫോൺ കയ്യിൽ പിടിക്കാൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം കംഫർട്ടബിൾ ആയ നല്ലൊരു ഫോൺ തന്നെയാണ്. ഈ ഒരു റേഞ്ചിലെ ഫോണുകൾ സാധാരണഗതിയിൽ അത്യാവശ്യം വലിയൊരു ആൻഡ്രോയിഡ് ഫോൺ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ റേഞ്ചിൽ കിട്ടാവുന്ന ഒരു നല്ല രീതിയിലുള്ള ഇൻഹാൻഡ് ഫീൽ തരുന്ന ഒരു ഫോണാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 9mm ആണ് ഇതിൻ്റെ തിക്നെസ്, 194 ഗ്രാമാണ് വെയിറ്റ്. പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെയുണ്ട്. സോ അത്യാവശ്യം സേഫായിട്ട് സ്മൂത്തായിട്ട് കയ്യിൽ പിടിക്കാവുന്ന, വലിയ ഓവർ വെയിറ്റ് ഒന്നും ഇല്ലാത്ത നല്ല ഫോണാണെന്നും പറയാം. ഇനി ഇതിൻ്റെ ബാറ്ററി 5000 mAh ബാറ്ററിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് കിട്ടും. HD+ ഡിസ്പ്ലേ കൂടിയാണ്, അതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാം.
സാധാരണഗതിയിൽ എൻട്രി ലെവൽ ഫോണുകളിൽ പലപ്പോഴും TFT ഡിസ്പ്ലേ കാണാറുണ്ട്. ബട്ട് ഇതിനകത്ത് സ്റ്റിൽ ഗുഡ് IPS LCD ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റിയുള്ള ഗുഡ് ക്വാളിറ്റിയുള്ള IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വന്നിരിക്കുന്നത്. സോ നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വൈഡ് ബൈൻ L3 സർട്ടിഫിക്കേഷൻ ആണ്, L1 സർട്ടിഫിക്കേഷൻ ഇല്ല. യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഫുൾ HD വീഡിയോ ഒക്കെ കാണാം. ബട്ട് ഡിസ്പ്ലേ HD+ ആണെന്നുള്ളത് ഓർക്കുക. ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്കും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അത്യാവശ്യം സെക്യൂർഡ് ആണെന്ന് സാരം. ആ കാര്യം മിക്കവാറും എൻട്രി ലെവൽ ഫോണുകളിൽ പലരും ഒഴിവാക്കുന്ന ഒരു സംഗതിയാണ്. ബട്ട് ഇതിൻ്റെ റിയർ സൈഡിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. അത്യാവശ്യം സ്മൂത്തായ പെർഫോമൻസ് ഫിംഗർ പ്രിന്റ് സെൻസറിന് ഉണ്ട് താനും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫേസ് അൺലോക്കിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ 4GB RAM ഒക്കെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മോഡലുണ്ട്. ഇത് 4GB റാമിൻ്റെയാണ്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്റ്റൻഡഡ് RAM 1GB കൂടി ആഡ് ചെയ്ത് ഇതിന് 5GB RAM ഉള്ള ഫോൺ പോലെ ഉപയോഗിക്കണമെങ്കിൽ അതിനും പറ്റും. ഒരു എക്സ്റ്റൻഡഡ് RAM 1GB കൂടി കൊടുത്തിട്ടുണ്ടെന്ന് സാരം. പിന്നെ ക്യാമറ ടു API ലെവൽ 3 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആപ്ലിക്കേഷനൊക്കെ ഇട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു ക്യാമറ ആയിട്ട് നിങ്ങൾക്ക് ഈ ഫോൺ ഉപയോഗിക്കാം. അതായത് കൂടുതൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കും, കുറച്ചുകൂടി കൺവീനിയൻസ് കിട്ടും ഈ ലെവൽ 3 ഉണ്ടെങ്കിൽ, ക്യാമറ ടു API ലെവൽ 3 ഉണ്ടെങ്കിൽ. അതുകൊണ്ട് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ തേർഡ് പാർട്ടി ക്യാമറയോ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് കുറേ കൂടി ബെറ്ററായ ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കാം. സോ ഇങ്ങനെയാണ് ഈ ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓവറോൾ നന്നായിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. ഒരു എൻട്രി ലെവൽ ഫോൺ എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യാമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് റെഡ്മി ഫോണുകൾ ഇഷ്ടമാണെങ്കിൽ. ഇതിൻ്റെ 3GB RAM 32GB സ്റ്റോറേജിന് 8499 രൂപയാണ്. പിന്നെ 4GB RAM 64GB വേരിയൻറ്റ് കൂടിയുണ്ട്. അതിന് 9499 രൂപയാണ്. 3 കളറുകളാണ് വരുന്നത്: ബ്ലാക്ക്, ബ്ലൂ, അതേപോലെ ഗ്രേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, ഇഷ്ടമുള്ള മോഡൽ നോക്കിയെടുക്കുക. കഴിയുമെങ്കിൽ 4GB തന്നെ എടുക്കുക. അപ്പോഴാണ് നല്ലൊരു പെർഫോമൻസ് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ ഇതാണ് Redmi 10A എന്ന ഫോൺ. ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാം. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.